ഹായ് അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിപ്പോൾ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇപ്പോൾ 6:30 ആയി സമയം. അപ്പോൾ ഇതാ പുറത്തൊക്കെ നല്ല മഞ്ഞാണ് കേട്ടോ. കാരണം ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ചുറ്റും റബ്ബർ തോട്ടമാണ്. അപ്പോൾ രാവിലെ എണീച്ചാൽ നല്ല മഞ്ഞായിരിക്കും. ഒരു 7 മണിയൊക്കെ ആവണം കേട്ടോ ഈ മഞ്ഞിൻ്റെ ഒരു മൂടാപ്പ് മാറണമെങ്കിൽ. അപ്പോൾ രാവിലെ തന്നെ ജനലൊക്കെ ഞാൻ തുറന്നിടും. കാരണം നല്ല വായുവൊക്കെ ഉള്ളിലേക്ക് വരണ്ടേ, അതുകൊണ്ട് കേട്ടോ. നമ്മൾ മേലെ താമസിക്കുന്നത്, താഴത്താണെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് ഇതുപോലെ ജനലൊക്കെ തുറന്നിട്ട് ഈ അടച്ചു പൂട്ടിയിരിക്കുന്ന പരിപാടി എനിക്കിഷ്ടമല്ല. ജനലൊക്കെ അടച്ചു പൂട്ടി അപ്പോൾ കൂടുതൽ അസുഖങ്ങൾ വരാനൊക്കെ സാധ്യത കൂടുതൽ. ഇതുപോലെ തുറന്നിട്ടാൽ നല്ല വായു നല്ല കാറ്റൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഞങ്ങൾ എണീക്കുമ്പോൾ തന്നെ മോനെ എണീക്കലുണ്ട് കേട്ടോ. അപ്പോൾ അവന് വൈകുന്നേരം പഠിക്കാൻ സമയം ഉണ്ടാവില്ല സ്കൂൾ വിട്ട് വന്നാൽ. കാരണം മദ്രസ 5 മണി ടു 8:30 വരെയാണ്. അപ്പോൾ പിന്നെ അവന് പഠിക്കാൻ സമയം കിട്ടലില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ രാവിലെ എണീച്ചിട്ടാണ് പഠിക്കൽ. നേരത്തെ ഞങ്ങൾ എണീക്കുമ്പോൾ തന്നെ എണീക്കും. എന്നിട്ട് അവനക്ക് പഠിക്കാനുള്ളതും എഴുതാനുള്ളതൊക്കെ അവനെ എഴുതിയിട്ട് പിന്നെ അത് കുറച്ച് നേരം കിടക്കട്ടോ. പിന്നെ ഇപ്പോൾ സ്കൂൾക്ക് പോകാൻ നേരമാകുമ്പോൾ ഒന്ന് എണീച്ച് കുളിച്ച് ഫ്രഷായി പിന്നെ അങ്ങനെ സ്കൂളിൽ പോകലാണ് കേട്ടോ. അപ്പോൾ നേരത്തെ എണീച്ച് പഠിക്കണ ഒരു ശീലമുണ്ട് അവനക്ക്. അപ്പോൾ ഇതിപ്പോൾ അടുക്കളയിൽ ഇക്കുണ്ട് കേട്ടോ. കോഴിക്കുള്ള തീറ്റൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങളുടെ കോഴികളൊക്കെ. ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത്. ചോറ് അടുപ്പത്ത് ആദ്യം ഞാൻ കുക്കറിൽ ഗ്യാസിലാണ് വെക്കൽ. അടുപ്പത്ത് വെക്കാനുള്ള കാരണം വേവ് കൂടിയ അരിയാണ് കേട്ടോ ഇടണത്. മറ്റേ ഞങ്ങൾ റേഷൻ അരിയാണ് ഉപയോഗിക്കൽ. അതാകുമ്പോൾ പെട്ടെന്നാവും ചെയ്യും. പിന്നെ ഒന്നുകൂടി എളുപ്പം അതാണ്, നമുക്ക് ഗ്യാസും ലാഭിക്കാം. അങ്ങനെ ഇപ്പോൾ ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു. അപ്പോൾ അതൊക്കെ പാത്രത്തിൽ ഡപ്പകളിലാക്കി വെക്കുകയാണ്. അപ്പം മോന് എന്തോ ഡൗട്ട് വെച്ചിട്ട് വിളിച്ചോട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾക്ക് അറിയാവുന്ന രീതിയിലൊക്കെ അവരെ നമുക്ക് സഹായിക്കാമല്ലോ. അപ്പോൾ കണക്കിന് എന്തോ ഒരു ഡൗട്ട് വെച്ചാണ്. അപ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞ് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ലഞ്ചിന് വന്നിട്ട് കാബേജ് ഉപ്പേരിയും സാമ്പാറും മീൻ പൊരിച്ചതാണ് കേട്ടോ. അപ്പോൾ കാബേജ് ഉണ്ട്, അതൊന്ന് അരിഞ്ഞ് റെഡിയാക്കണം. അപ്പോൾ കുറച്ച് തോലൊക്കെ ഞാൻ കാബേജിന് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ മേലുള്ള കുറച്ച് തോല് ഞാൻ മാറ്റും കേട്ടോ. പിന്നെയാണ് കാബേജ് അരിയുള്ളൂ. അപ്പോൾ കാബേജൊക്കെ ഒന്ന് പെട്ടെന്ന് അരിഞ്ഞ് റെഡിയാക്കി രാവിലെ ഒരു 11:30 ആകുമ്പോഴത്തേനൊക്കെ എൻ്റെ പണി കഴിയും കേട്ടോ. നാഷ്ടപ്പണിയും ലഞ്ചും എല്ലാം പെട്ടെന്ന് കഴിയും കേട്ടോ. പിന്നെ ഇപ്പോൾ ബാക്കിയുള്ള അടിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. പിന്നെ മോനുള്ളത് കൊണ്ട് നേരത്തെ ചെയ്യണതാണ് ഒന്നുകൂടി ബെറ്റർ. പൊതുവേ എൻ്റെ ഒരു അഭിപ്രായം അതാണ്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എണീറ്റിട്ട് ഇതുപോലെയൊക്കെ റെഡിയാക്കിയാൽ പിന്നെ അവരെണിക്കുമ്പോൾ പിന്നെ അവരെ നോക്കി നിൽക്കാം. അല്ലെങ്കിൽ പിന്നെ അവരെ കരയിപ്പിച്ചിട്ടും പിന്നെ അവരെ ഇതാക്കിയിട്ടൊക്കെ നിൽക്കണ്ടേ. അതുപോലെ ചെയ്താൽ പണിയും പെട്ടെന്ന് കഴിയും, മക്കളെ നമുക്ക് കൂടുതൽ നോക്കാനും പറ്റും. പിന്നെ അവൻ ഉറങ്ങുന്ന സമയത്തൊക്കെ ഞാൻ എന്തെങ്കിലും അടിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യലാണ്. അപ്പോൾ മോൻ വന്നിട്ടുമ്പോൾ ഞാൻ കഴുകി തരത്തെ പാത്രം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവന് ഹെൽപ്പ് ചെയ്യണൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ ഇമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ ഇന്നലെയാണ് എത്തിയത്. അപ്പോൾ ഉമ്മയുണ്ട് വീട്ടിൽ. അപ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവർക്ക് ആരെങ്കിലും വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. പിന്നെ അവർ പോണതിൽ അവർക്ക് കംപ്ലൈൻ്റ് ഉള്ളൂ. അവർ പോകുമ്പോൾ പിന്നെ ഭയങ്കര വിഷമമായിരിക്കും. കാരണം ഇവിടെ അങ്ങനെ ഒറ്റക്കല്ലേ. അപ്പോൾ അവർക്ക് കൂടുതലും വലിയമ്മമാരനോടും വലിയപ്പന്മാരനോടൊക്കെ ഒരു ഇഷ്ടം കൂടുതലുണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് പ്രശ്നം. അവർ വന്ന് പോണ സമയത്താണ് ഭയങ്കര വിഷമമായിരിക്കും കുട്ടികൾക്ക്. അപ്പോൾ അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഒരു 10 മണിയാകുമ്പോഴത്തേനും അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് അലക്കാനുണ്ട്. പിന്നെ അടിച്ചുവാരി തുടച്ച് കഴിഞ്ഞാൽ പണിയൊക്കെ കഴിയും. ഒരു 11-11:30 ആകുമ്പോഴത്തേനൊക്കെ ഏകദേശം എൻ്റെ എല്ലാ പണിയും കഴിയലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. കിച്ചണ് ഞാൻ ആദ്യം ക്ലീൻ ആക്കും കേട്ടോ, പിന്നെ ബാക്കിയുള്ളത് ചെയ്യലുള്ളൂ. കിച്ചണത്തെ പണി കഴിഞ്ഞാൽ കിച്ചൺ ആദ്യം റെഡിയാക്കും. കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി അടിച്ച് തുടച്ച് വൃത്തിയാക്കും. പിന്നെ ബാക്കിയുള്ളവിടെയൊക്കെ ഞാൻ വൃത്തിയാക്കലുള്ളൂ. അപ്പോൾ മക്കൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പണിയെടുക്കുന്ന ഇടയിൽ കളിക്കുന്നുണ്ട് കേട്ടോ. വണ്ടി ഓട്ടിയിട്ടൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അടിച്ചു വരുന്ന ഇടയിലാണ് കേട്ടോ ഓർമ്മ വന്നത്. സാമ്പാർ അടുപ്പത്ത് വെച്ചിരുന്നു, അത് ഓഫാക്കാൻ മറന്നു. അപ്പോൾ പെട്ടെന്ന് പോയി ഓഫാക്കി വന്നു കേട്ടോ. മറവി കുറച്ച് കൂടുതലാണ്. കാരണം ഈ പണിൻ്റെ ഇടയിലും കുട്ടികളുടെ തിരക്കും ഇതൊക്കെ അതിൻ്റെ ഇടയിൽ കുറച്ച് മറവി കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി
പിന്നെ ഉമ്മ ഇന്നലെ രാവിലെയാണ് വന്നത്. പിന്നെ സമയമൊന്നും കിട്ടിയിട്ടില്ല അധികം വർത്താനം പറയാനൊന്നും. ഉമ്മ വന്നാൽ പൊതുവേ ഞങ്ങൾ ഓരോ വിവരങ്ങളും വീട്ടിലെ വിവരങ്ങളും നാട്ടിലത്തെ വിവരങ്ങളൊക്കെ ചോദിച്ച് അവിടെ ഉള്ളതൊക്കെ അങ്ങനെ സംസാരിക്കലാണ് കേട്ടോ കൂടുതലും. അപ്പോൾ അമ്മമാർ വീട്ടിലേക്ക് വന്നാൽ നിങ്ങളും ഇതുപോലെയാണോ? ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. അപ്പോൾ അടിച്ചു വാരി കഴിഞ്ഞപ്പോഴത്തേന് മോനാണ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോനിക്കുള്ള ഫുഡൊക്കെ കൊടുത്തു, അവനെ ഒന്ന് കുളിപ്പിച്ചു. പിന്നെ അപ്പോൾ തന്നെ എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ മക്കൾ ഇവിടെ കളിയിലാണ് കേട്ടോ. മക്കളിവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണേ ഞാൻ. ഒരു അരമണിക്കൂറൊക്കെയാണ് കേട്ടോ ക്ലാസ് ഉള്ളത്. പിന്നെ ഇപ്പോൾ അത് രാത്രിയായി. ഇപ്പോൾ രാത്രി ഉമ്മാക്ക് ചപ്പാത്തിയാണ് കേട്ടോ. ഞങ്ങൾക്കുള്ള ചോറുണ്ട്. ഉമ്മാക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ചപ്പാത്തിയാണ് കേട്ടോ രാത്രി കഴിക്കൽ. ചപ്പാത്തി മാത്രമല്ല, ചപ്പാത്തി ഗോതമ്പിൻ്റെ അപ്പോ പിന്നെ രാഗി അങ്ങനെ എല്ലാതും കഴിക്കലുണ്ട് കേട്ടോ. ഷുഗറിന് പറ്റുന്ന ആഹാരങ്ങളൊക്കെ കഴിക്കലുണ്ട്. പിന്നെ അതുപോലെ ഗ്യാസിൽ പൊള്ളിച്ചെടുക്കലാണ് കേട്ടോ ചപ്പാത്തി. അപ്പം ഉമ്മ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ചെറിയ മോനിക്ക് ഒരു ചപ്പാത്തിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അവനിങ്ങനെ കളിച്ച് നടക്കുന്ന സമയത്താണെങ്കിൽ അവനിങ്ങനെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്.